ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് യാക്കോബായ സഭയുടെ തർക്കം, ഇന്നലെ നടന്ന സുപ്രീം കോടതിൻ്റെ ഒരു ഓർഡർ, നേരത്തെ ഓർഡർ പലതുണ്ടായി. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. 2-3 വീഡിയോ ചെയ്തു ഈ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം ഇവർ പള്ളിപിടുത്തം, ഓർത്തഡോക്സ് സഭ പള്ളിപിടുത്തം നിർത്തി. അതായത് അവർക്ക് മനസ്സിലായ സംഭവം, ചില കാര്യങ്ങൾ ഇവർ പറഞ്ഞു സുപ്രീം കോർട്ടാണ് ഏറ്റവും വലുത്, അത് ഞങ്ങൾ പാലിക്കും. ഞാൻ പറഞ്ഞു സുപ്രീം കോർട്ട് അതിൻ്റെ വിധി എല്ലായിടത്തും ലോകത്ത്, ഇന്ത്യയിൽ പലതും ഏകദേശം 1000കണക്കിന് കേസുകളുണ്ട്. ആ വിധി നടപ്പാക്കാൻ പറ്റിയിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചുകൾ ഉൾപ്പെടെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് PC അലക്സാണ്ടറെ കോട്ട് ചെയ്തു. പിന്നീട് ഇതിൻ്റെ ഓരോ വശങ്ങളും പറഞ്ഞു തന്നു എന്താണ് എൻ്റെ ഇഷ്യൂ. കാരണം ഞാൻ എത്ര വർഷമായിട്ട് ഡൽഹിയിൽ ഈ പറയുന്ന കോർട്ടുകൾ, സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും കയറി ഇറങ്ങി എൻ്റെ കേസുകൾ, അതായത് തെഹൽക്ക കേസ്, നാരദ കേസ്, ബാൽ താക്കറെക്കെതിരുള്ള കേസ്, ശാരദാ സ്കാൻ, എടപ്പാടി പളനിസ്വാമിയുടെ കേസ്, പിന്നെ കമ്മീഷൻ ഓഫ് എൻക്വയറി, തെഹൽക്ക കമ്മീഷൻ. എനിക്ക് ഈ സംഭവങ്ങൾ, ഞാൻ ലോ ഒന്നും പഠിച്ചില്ലെങ്കിലും ഒരു കേസൊക്കെ വായിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നടുത്ത് പ്രശ്നമുണ്ട്, ഇന്നടുത്ത് പ്രശ്നമില്ല, ഇന്നൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പം ഇതിന് ശേഷം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്ത ശേഷം ഈ യാക്കോബായ സഭയുടെ 1-2 പേര് എന്നെ സമീപിച്ചു. ഉണ്ടായ സംഭവം അതേപോലെ അങ്ങ് പറയും. എന്നോട് പറഞ്ഞു ഇങ്ങനെ കേസാണ്. അവർ ബേസിക്കലി ഈ കേരളത്തിലും ഒക്കെ സഭയുമായിട്ട് ചെയ്ത്, അപ്പോൾ അവർക്കൊക്കെ സമാധാനത്തിൽ പോകണമെന്ന് താല്പര്യമുള്ളവരാണ്. ഈ അന്ധമായ സഭാവിശ്വാസികളൊന്നുമല്ല അവരൊന്നും. പക്ഷേ ഈ പള്ളി പിടിച്ചെടുക്കുന്നത്, ആ പ്രശ്നം അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്, അത് മാറിപ്പോകണം, അത് രമ്യതയിൽ പോകണം. രണ്ടായിട്ട് പോകുന്നതിൽ ഫൈൻ, പക്ഷെ ഈ രീതിയിൽ പോകാൻ പാടില്ല. ഇതിനകത്ത് അവർ സഭാവിശ്വാസികളാണ് കേട്ടോ, സഭാ തലവന്മാരും അച്ഛന്മാരും ഒന്നുമല്ല. ഇവരെന്നെ 2-3 പ്രാവശ്യം വന്ന് കണ്ടു. ഞാൻ ഈ സഭാ കേസുകളൊക്കെ ഇത് വായിച്ച് നോക്കിയിട്ട്, വിധിയൊക്കെ വായിച്ച് നോക്കിയിട്ട് ഇവരുടെ ലോയേഴ്സ് ആരാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പം ഞാൻ അവർക്ക് നല്ല എക്സലൻ്റ് ആയിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ സൊല്യൂഷൻ പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലോയേഴ്സിനെ മാറ്റാൻ പറഞ്ഞു. കാരണം ബേസിക്കലി നിങ്ങൾക്കറിയാമല്ലോ, ഈ കേരളത്തിൽ നിന്ന് ഇവിടെ ഹൈക്കോടതി വന്ന് അവിടെ ഒരു ലോയറെ പിടിച്ച് ആ ലോയറിൻ്റെ ആൾക്കാർ ഒരാൾ ഡൽഹിയിൽ കാണും. അവർ ഈ പറയുന്ന ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ടാണ് അവരുടെ കേസിനായിട്ട്. കാരണം നോർമൽ കോഴ്സിൽ ഈ ഡൽഹിക്ക് അത് ഒത്തിരി ഗിമിക്സ് ഉണ്ട്. ബേസിക്കലി ഭയങ്കര സീനിയറും പണം മേടിക്കുന്നതിനേക്കാളുപരി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ലോയേഴ്സ് ചെയ്ത് കഴിവുള്ളവരായിരിക്കണം. ഈ പറയുന്ന പണമല്ല ഇവിടുത്തെ പ്രശ്നം. അവരാ കേസ് പഠിച്ച് അഡ്മിറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി ജഡ്ജസിനെ മനസ്സിലാക്കുക എന്നുള്ള കഴിവ്, അതിന് സീനിയോറിറ്റി എല്ലാ സീനിയോറിറ്റിക്കാരനും കിട്ടണമെന്നൊന്നുമില്ല. അവൻ്റെ ചാർജ് കൂടുതലായിരിക്കും. അപ്പം റീസണബിൾ ആയിട്ടുള്ള സീനിയർ ലോയേഴ്സിന് എനിക്കറിയാം. അപ്പോൾ അവരെ ഞാൻ പറഞ്ഞു ഇവരെ വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള ലോയേഴ്സിനൊന്നും മീഡിയേറ്റേഴ്സായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുക. നേരത്തെ കൊടുത്തിരിക്കുന്ന ലോയറിൻ്റെ പകുതിയേ ഉള്ളൂ ചാർജ്, വളരെ റീസണബിൾ ചാർജ്. കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്നവരാ. ലോയേഴ്സിനെ മാറ്റി എന്നിട്ട് കേസൊക്കെ അവരെ കൊണ്ട് കംപ്ലീറ്റായിട്ട് ഈ വന്നവർ പോയി ബ്രീഫ് ചെയ്തു. അതാണ് കഴിഞ്ഞ പ്രാവശ്യം കോർട്ടിൽ ഈ എടുക്കാതിരുന്ന കേസ് പല ആവർത്തി ഇതുണ്ട് പെട്ടെന്ന് ആ കേസ് എടുത്തത്. ഞാൻ പറയാം, ഡൽഹിക്ക് അത് ഗിമിക്സ് ഉണ്ട്. അത് ഗിമിക്സ് അവിടെ ഉള്ള പവർ ഇൻ കോറിഡോറിൽ പോകുന്നവർക്ക് മാത്രമേ അറിയൂ എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യണം. അല്ലാത്തവർക്ക് സാധാരണ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് പരിചയമുള്ളവർക്ക് പിടികിട്ടത്തില്ല ഇതെങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ഞാനിത് ചെയ്യുന്നതല്ലേ, എനിക്കറിയാവുന്നല്ലോ എങ്ങനെ പോയാലും എങ്ങനെ നടക്കും, ഇങ്ങനെ പോയാൽ എങ്ങനെ നടക്കും, എങ്ങനെയാണ് കേസ് എടുക്കേണ്ടത്, അതിൻ്റെ താല്പര്യം എങ്ങനെയാണ് വരുന്നത്. അപ്പം പെട്ടെന്ന് ആ കേസ് എടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് കേരളത്തിൽ വാർത്ത വന്നു. നോർമലായിട്ട് നാഷണൽ മീഡിയയെ കൊണ്ട് ഞാൻ ഈ വാർത്ത ചെയ്യിപ്പിച്ചു. ഞാനത് പല ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെന്താണ് ഇനി എന്താ എൻ്റെ ഫർദർ ഉണ്ടാകും. കാരണം പള്ളി പിടിച്ച് എടുക്കൽ എന്ന് പറഞ്ഞ സംഭവം താൽക്കാലികം അത് നേരെ കേരള ഹൈക്കോർട്ടിലോട്ട് അയക്കും. ഇതിൻ്റെ അകത്ത് പരിമിതികളുണ്ട് ഈ കേസിനകത്ത്. കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധി, സാധ്യത വളരെ പോസിബിലിറ്റി ഉണ്ട് വീണ്ടും ഈ കേസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലോട്ട് പോകാൻ. കാരണം വലിയ കോർട്ടിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധിക്കകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ തന്നെ വീണ്ടും വിധി വരേണ്ടി വരും. കാരണം അതാണ് എൻ്റെ ഒരു പോക്ക്. കാരണം വലിയ ഹയർ കോർട്ടിലോട്ട് പോകേണ്ടി വരും, കൂടുതൽ ആൾക്കാരുള്ള കോർട്ടിലോട്ട്.
ഇനി എൻ്റെ ഒരു റീഡിങ്, ഞാനിത് വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറയാം. ഇവരീ പറയുന്ന 1934 ഭരണഘടന എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട് ശരിക്കും. അപ്പം അതിൻ്റെ മറവിലാണ് ഇവർക്ക് ഓർത്തഡോക്സ് സഭയ്ക്ക് കേസിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ കേസ് ഫർദർ പോവുകയാണെങ്കിൽ, അതായത് നല്ല ടൈറ്റായിട്ട് നല്ല ആർഗ്യുമെൻ്റ് സംഭവങ്ങളൊക്കെ പോവുകയാണെങ്കിൽ, കേസ് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ, ഞാൻ കൃത്യമായിട്ട് പറയാം, ഓർത്തഡോക്സ് സഭയുടെ കാത്തോലിക്ക പുള്ളിയെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതിന് ഒത്തിരി ചാൻസുകളുണ്ട്, ചെറിയ ചാൻസ് അല്ല. അതായത് നിങ്ങൾ ഈ പറയുന്ന പല ആൾക്കാർ കേസ് പ്രോപ്പറായിട്ട് വായിച്ചിട്ട്, അതാണ് യാക്കോബ പക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എത്ര പേർക്ക് ഈ കേസ് അറിയാം? എത്ര പേര് ഈ കേസ് വായിച്ചു നോക്കിയിട്ടുണ്ട്? എത്ര പേര് ഈ കോർട്ടിനകത്ത് ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കിയിട്ട് എന്തുവാണ് ഈ കേസ് എന്നുള്ളത്? അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. പണ്ട് നിങ്ങളുടെ ഈ കേസ് നടത്തിക്കൊണ്ടിരുന്ന പല സഭയുടെ ആൾക്കാരും, ഞാൻ ഒരു 2 സഭയ്ക്ക് അനുകൂലമല്ല, നിങ്ങളുടെ അടിയും പിടിയും നിർത്തണം അവിടെ. അതിന് കാരണം നിങ്ങളുടെ സഭകളെ തുലയ്ക്കണം എനിക്ക് താല്പര്യമേ ഇല്ല, 1% പോലും ഇല്ല. എന്തുകൊണ്ടാണ്? ഒന്നില്ലേ നിങ്ങൾ 2ആയി പോകാൻ ഒരുമിച്ച് പോവുക. പക്ഷേ ഈ പറയുന്ന ശവം വെച്ചുള്ള അടിയും പള്ളി പിടിച്ചെടുക്കൽ പാടില്ല, പൂർണ്ണമായിട്ട് നിർത്തിയേ മതിയാവും. അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ഒരു പെർസെൻറ്റേജ് പോലും ക്രിസ്ത്യാനിറ്റി ഇല്ല. ഇപ്പം കാത്തലിക് സഭയുടെ എറണാകുളം അങ്കമാലി അടിയുണ്ടാക്കി. ആർക്ക് വേണ്ടി അടിയുണ്ടാക്കി? തെക്കോട്ടോ വലത്തോട്ടോ ഇതിനാണ് അടിയുണ്ടാക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്തൊരു ചോദ്യം ഞാനൊരു അച്ഛനോട് ചോദിച്ചു, കാത്തലിക് സഭയിലെ അച്ഛാ, നിങ്ങൾ 2 പേരും കാത്തലിക് സഭയല്ലയോ? നിങ്ങളെല്ലാവരും ആണോ? അപ്പം അച്ഛനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ക്രൈസ്റ്റിനെ ആണല്ലോ ഫോളോ ചെയ്യുന്നത്? അതെ. ഞാൻ വീണ്ടും ചോദ്യം ചോദിച്ചു. അപ്പോൾ അച്ഛനൊരു കാര്യം, നിങ്ങൾ ചർച്ചകൾ നടത്തുന്നു ഈ ഇഷ്യൂവായി ബന്ധപ്പെട്ട്, നിങ്ങളൊരു അരമണിക്കൂർ നിങ്ങൾ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുക ഒരുമിച്ച്, ഇതിനൊരു സൊല്യൂഷൻ തരണം, എന്നിട്ട് നിങ്ങൾ ചർച്ച നടത്തുക. അപ്പോഴാണ് അച്ഛൻ അങ്ങ് ചിരിച്ചുപോയി. അച്ഛൻ പറയാം, അതിന് ഞങ്ങളുടെ ഇടയ്ക്ക് ഈ സംഭവമൊന്നും ഇല്ല വലുതായത്, ഇതൊക്കെ ഞങ്ങളുടെ റൂട്ടീൻ്റെ ഭാഗമാണ്. ഇതാണ് ഞാൻ ഈ പറയാം, അതിനെയാണ് ഞാൻ അറ്റാക്ക് ചെയ്യുന്നത്. അല്ല സഭയിൽ നിങ്ങൾ അച്ഛന്മാരെ ഒന്നുമല്ല, നിങ്ങൾ പരസ്യമായിട്ട് തല്ലി അടിയുണ്ടാക്കുന്നു. അങ്കമാലി, എറണാകുളം, ചങ്ങനാശ്ശേരി, അതിനകത്ത് പല ആൾക്കാർ ഈ സംഭവം രമ്യതല ഒരു കാരണവശാലും കോംപ്രമൈസിൽ പോകണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അവിടെയാണ് ഞാൻ ഈ പറയുന്ന കൂവക്കാട്ടിൽ കാർഡിനാലെ പറ്റി, മാർപ്പാപ്പയെ പറ്റി എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വന്നത്. അപ്പം അതിനകത്ത് ക്രിറ്റിസിസം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ സാധിക്കുമോ? അപ്പം അതേപോലെ തന്നെയാണ് ഈ ഓർത്തഡോക്സ് സഭ വിഷയത്തിൽ ഈ യാക്കോബായ സഭയുടെ പല കേസ് നടത്തിയ ആൾക്കാർ, അവരധികം ഡൽഹി വന്ന് കള്ളു കുടിച്ച് അവിടെ മത്ത് പിടിച്ച് കിടക്കുമായിരുന്നു. ഇതെനിക്കറിയാവുന്ന വസ്തുത. പണ്ട് പോലും എനിക്കിവരെ അറിയാം. ചില ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല. അവർ ഒരു ഭാഗത്ത് ഓർത്തഡോക്സ് സഭയെന്ന് പറഞ്ഞാൽ വളരെ ഡിസിപ്ലിനായിട്ട് ഈ കേസ് നടത്തി, വളരെ സീനിയർ ലോയേഴ്സിനെയൊക്കെ വെച്ച്. മറുഭാഗത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി മാത്രം സൂയിക്കാൻ വേണ്ടി ഡൽഹി വന്നു അവരാ കേസ് നടത്തി. നാച്ചുറലായിട്ട് കേസ് തോറ്റു. കാരണം ഇതെല്ലാം പണം പിരിച്ചിട്ട് പല ആൾക്കാരുടെ പണം കൊണ്ടാണ് വരുന്നത്. ഇതിനകത്ത് യാക്കോബ സഭയുടെ മെത്രാന്മാർക്കും വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം നിങ്ങളതൊരു അക്കൗണ്ടബിൾ ആയിട്ട് ഈ സംഭവം നടത്തിയിരുന്നെങ്കിൽ ഈ കേസ് മുന്നോട്ട് പോകും. നിങ്ങൾ ഇതിനകത്ത് അവിടെ കറപ്ഷൻ ഇവിടെ കറപ്ഷൻ എന്ന് പറയാതെ നിങ്ങൾ കേസ് നടത്തിയോ ഇല്ലയോ? നിങ്ങൾ എത്ര പേർക്ക് കേസറിയാം? ഇതാലോചിച്ച് നോക്ക്. ഒരു കാര്യം പറയാം, രണ്ടും ഒന്നിനൊന്നും വെച്ചാൽ രണ്ടും ഒന്നിനും കൊള്ളാത്തത്. കാരണം നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കാത്ത ഇഷ്യൂ 100, 150, 200, 120 വർഷം കൊണ്ട് സുപ്രീം കോടതി നടക്കുക. നിങ്ങൾക്ക് സൊല്യൂഷനില്ല. നിങ്ങൾ പറയുന്ന ക്രൈസ്റ്റിൻ്റെ ഫോളോവേഴ്സ്. അപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ല മെത്രാന്മാർക്കും അച്ഛന്മാർക്കും. നിങ്ങളെക്കാളും വിശ്വാസമുള്ളത് വിശ്വാസികൾക്ക്. അവരെയാണ് നിങ്ങൾ ഈ പൊട്ട് കളിപ്പിക്കുന്നത്. ഇതിനകത്ത് ഉറപ്പായിട്ടും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. എൻ്റെ ലക്ഷ്യം ഇത് ഒരുമിച്ച് പോകണം. അടി ഉണ്ടാക്കരുത്, പള്ളി പിടുത്തം ഉണ്ടാകരുത്, ഒരു കാരണവശാലും ശവം വെച്ച് വില പേശരുത്, അതിനുവേണ്ടി അടി ഉണ്ടാക്കരുത്. 2 കൂട്ടർക്കും പള്ളി തുറന്നു കൊടുക്കുക, 2 പേരും വന്ന് പ്രാർത്ഥിക്കട്ടെ. അതിനെന്താ കുഴപ്പം? അച്ഛനെ വെക്കണം. സത്യം പറഞ്ഞാൽ എത്ര പള്ളികളിൽ നിങ്ങൾക്ക് ആൾക്കാരെ കുറവാണ്. എന്താ നിങ്ങളുടെ കൂടെ ആൾക്കാർ നിൽക്കാത്തെ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര പേര് നിൽക്കാൻ സാധിക്കും? ഞാൻ വളരെ പേഴ്സണലായിട്ട് ചോദിക്കുക, ഫ്രം മൈ ഹാർട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? രാത്രിയിലൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ കുർബാന ചൊല്ലുന്ന അച്ഛന്മാരും മെത്രാന്മാരും നിങ്ങളൊക്കെ രാത്രി പ്രാർത്ഥിക്കാനിരിക്കുന്നതല്ലയോ?
കുടുംബം ഇല്ലാത്തവരും കുടുംബം ഉള്ളവരും ആശ്രമത്തിലാണെങ്കിലും ഒരുമിച്ചും. നിങ്ങൾക്ക് ഒരു കോൺഷ്യസ് മൈൻഡ് കിട്ടത്തില്ല നിങ്ങൾ കാണിച്ചെന്ത് വൃത്തികേടാണെന്ന്. അതിനെ അപ്പം വിശ്വാസികളൊക്കെ എത്രയോ മെച്ചമാണ് നിങ്ങളെക്കാൾ. അപ്പം അതിൻ്റെ ഒരു റീസണിലാണ് ഞാൻ ഇടപെട്ടത്. കാരണം ജസ്റ്റിസ് കിട്ടണം. സുപ്രീം കോർട്ടിൻ്റെ അവസാനമാണെന്നും പറഞ്ഞുകൊണ്ട് പള്ളിയും പിടുത്തവും അടിയും ബഹളവും, കാരണം ഇലക്ഷൻ വോട്ട് പിടിക്കുന്നതിൻ്റെ അതൊക്കെ നിർത്തുക. സ്പിരിച്വൽ ലീഡേഴ്സ് ആയിരിക്കണം. അവിടെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യണം. അല്ല അതിൻ്റെ അകത്ത് കയറി ബഹളം ഉണ്ടാക്കി പിടിച്ചെടുത്ത് ബഹളം. കോതമംഗലം പള്ളിയൊക്കെ പിടിക്കാൻ പോയ ആ പള്ളിയൊക്കെ ഞാൻ പോയി കണ്ടു. ഞാൻ ഗ്രൗണ്ടിൽ പോയി സ്റ്റഡി ചെയ്തിട്ട് പറയുന്നത്, ഒരിക്കലും അർഹതയില്ലാത്ത കാര്യങ്ങൾ അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കരുത്. തെറ്റാണ്. ആരെന്ത് പറഞ്ഞാലും ഇത് തന്നെയാണ് പണ്ട് VC അലക്സാണ്ടർ. കോർട്ടിൻ്റെ വിധി അനുകൂലമാണ്, പക്ഷെ ഫർദറായിട്ട് ഇത് എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിൻ്റെ വിധി കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് അത് കോട്ട് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഒരു അവസാന വാചകം ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ കോർട്ട് കേസും ഈ കേസുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫർദറായിട്ട് ഓർത്തഡോക്സ് സഭയുടെ ആൾക്കാർ മനസ്സിലാക്കുക, ഈ പറയുന്ന കാത്തലിക് ബാബയെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതിനൊരു 70 മുതൽ 80% പോസിബിലിറ്റി ഉണ്ട്. ആദ്യം നിങ്ങൾ കേസ് പഠിക്കുക. 1993 ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ആ ജഡ്ജ്മെന്റ് ശരിക്കും വായിച്ച് നോക്കുക. അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഡൂപോൾസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന നിങ്ങൾ ഈ കുംഭസാര ഇഷ്യൂ, അത് 2 സഭയ്ക്ക് അടി കിട്ടും. അത് കാരണം എന്താ? ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ മതേതര രാജ്യമാണ്. എഗ്രീഡ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഒരാൾക്കും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പട്ടക്കാരനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുംഭസാരം എന്ന് പറയുന്നത് മാൻഡേറ്ററി ആക്കുവാണ്. അതായത് നിങ്ങൾ കുംഭസാരിച്ചില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. പക്ഷെ കാത്തലിക് സഭ തിരുത്തി, നിങ്ങൾക്ക് വേണമെങ്കിൽ കുംഭസാരിക്കാം, കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല. ഏത് ജഡ്ജിയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മെത്രാന്മാരും അച്ഛന്മാരും 2 സഭയുടെ ആൾക്കാരോട് നിങ്ങൾ ആലോചിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയായിട്ട് യോജിച്ചു പോകുമോ അത്? അതായത് കുംഭസാരിച്ചില്ല എങ്കിൽ കല്യാണം കഴിപ്പിക്കില്ല, കുംഭസാരിപ്പിച്ചില്ല എങ്കിൽ അടക്കില്ല, കുംഭസാരി സംഭവത്തെ ദൂരെ കളയും. ഈ 2 സഭയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന ഓർത്തഡോക്സ് സഭയ്ക്കായിരിക്കും. അതുകൊണ്ട് ഈ സാധനം മാൻഡേറ്ററി സംഭവം എടുത്ത് മാറ്റുക. അല്ലാതെ മുന്നോട്ട് പോകാൻ ആവശ്യമുള്ള കുംഭസാരിക്കട്ടെ. അല്ലാത്ത ഇതിൻ്റെ പേരിൽ നിന്നെ അടക്കത്തില്ല, ഇതിൻ്റെ പേരിൽ കല്യാണം കഴിപ്പിക്കത്തില്ല, ഇതിൻ്റെ പേരിൽ നിന്നെ പള്ളിയിൽ നിന്ന് മുടക്കും എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ, ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്ത് സുപ്രീം കോടതി പറയുന്നെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇത് മാറ്റി എഴുതാൻ പറയും. അത് ഞാൻ പല പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും? ഇന്ത്യയുടെ ഏത് നിയമമായിട്ട് യോജിച്ചു പോകും? അതായത് ജനാധിപത്യ ഇന്ത്യയിൽ എങ്ങനെ ഇത് യോജിച്ചു പോകാൻ സാധിക്കും? അറിയാതെ മെത്രാന്മാർ പറഞ്ഞ എങ്ങനെ യോജിച്ചു? അതായത് അതിനെയും സ്ട്രൈക്ക് ഡൗൺ ചെയ്യും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ പോകുന്ന ഓർത്തഡോക്സ് സഭയ്ക്കാണ്. എത്രയും വേഗം നിങ്ങളിരുന്ന് ചർച്ച ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് 2 കൂട്ടരും ഒന്നിലും ഒരുമിച്ച് പോവുക, അല്ല പിരിഞ്ഞു പോവുക. ഫർദർ കേസുകൾ ലൈഫിലില്ലാത്ത രീതിയിലാക്കി മാറ്റുക. അല്ലാതെ അവർ പല ആൾക്കാർ നിങ്ങളുടെ കൂടെ അവിടെ നിന്ന് ഇവിടുന്ന് കല്യാണം, എൻ്റെ എത്രയും ബന്ധുക്കളുണ്ട് യാക്കോബായന്, അവർ കല്യാണം കഴിച്ചേക്കുന്നു. മണർകാട് പള്ളിയിൽ ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനൊരു രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ 2 സഭയ്ക്ക് അടി കിട്ടും. നേരത്തെ യാക്കോബായിക്ക് കിട്ടിയ പോലെ ഓർത്തഡോക്സിനും കിട്ടും. അവസാനം ഇത് ആർക്കും വേണ്ടാത്ത സാധനങ്ങളായിട്ട് മാറും. ആദ്യം കൂടെ നടക്കുന്ന പള്ളിയിൽ നടക്കുന്ന ആൾക്കാരെ അവരെ നേരെ ചൊവ്വയും കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പള്ളി പിടിച്ചെടുക്കാൻ ശവത്തിൻ്റെ കാര്യമൊക്കെ ചിന്തിക്കുക. അതൊരു നോർമലായിട്ട് ഒരു ലേമാൻ അയാൾ പറയുന്നൊരു കമൻ്റായിട്ട് എടുത്താൽ മതി. കാരണം എനിക്ക് നിങ്ങളെപ്പറ്റി നിങ്ങളുടെ അത്ര ബുദ്ധിയും സംഭവം ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ലോകം കണ്ട ഒരാളാണ്. എന്തിനാ ഈ പ്രായത്തിൽ ഈ സമയത്തൊക്കെ ഇതിന് അടി ഉണ്ടാക്കാൻ പോകുന്ന? വേറെ ഒരു ജോലിയുമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നു ഈ പ്രായമുള്ള ബിഷപ്പുമാരോട്, നിങ്ങൾക്ക് എന്തോ ഇതിൻ്റെ ചൊറിച്ചിലായത്? നിങ്ങൾക്ക് മര്യാദയ്ക്ക് 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്ന് ചർച്ച നടത്തി കഴിഞ്ഞാൽ തീരാവുന്ന ഇഷ്യൂ അല്ലേ ഉള്ളൂ. നിങ്ങൾ ആർക്ക് വേണ്ടി അടിക്കാൻ പോകുന്നത്? നിങ്ങൾ സ്വയമായി ചിന്തിക്കുക.